സ്വന്തം സ്വത്ത് പോലെ അതിൽ അധികാരം നടത്തുക. പള്ളിയുടെ മതസ്ഥാപനങ്ങളുടെ പൊതുവായ സ്വത്തുകൾ സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുക. ഹെക്ടർ കണക്കിന് വഖഫ് സ്വത്തുക്കളാണ് പള്ളി മദ്രസകൾക്ക് മതസ്ഥാപനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന പുതിയ കണക്കുകൾ വായിക്കണേ. പൊതു സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ ആളുകൾ കൈകാര്യം ചെയ്യുന്ന കാലമായാൽ ഹബീബായി നബിയുനാ റസൂലുള്ളാഹ് പള്ളിയുടെ പണമെടുത്ത് കച്ചവടം ചെയ്യുക, പള്ളിയുടെ പൈസ എടുത്തിട്ട് സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുക, അതിവിടെ വെറുതെ കിടക്കല്ലേ ഇങ്ങോട്ട് എടുക്കാലോ എന്ന് പറയാ. ഇങ്ങനെയൊക്കെ പൊതുസ്വത്തിലുള്ള കൈകാര്യത്തിൽ കൃത്രിമം വരാൻ തുടങ്ങിയാൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ വല്ലമാനതു മഗ്നമാ, വിശ്വസ്തത കളഞ്ഞു കുളിക്കുന്ന കാലമായാൽ വല്ലമാനതു മഗ്നമാ. ആലപ്പുഴക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു 50 കൊല്ലം മുമ്പ് നിങ്ങളുടെ പ്രദേശത്തൊക്കെ വിശ്വസ്തരായ പലരും ഉണ്ടായിരുന്നില്ലേ? അന്ന് പള്ളിയുടെ പൈസ ഓല കയ്യിലാ? ബാങ്കിലാ? ഇല്ല, അന്ന് ബാങ്കിലിടല്ല, ഓല കയ്യിൽ വെക്കും. ഓല് 10 കൊല്ലം മുമ്പ് കൊടുത്ത 100 റുപ്യാണെങ്കിലും 10 കൊല്ലം കഴിഞ്ഞാൽ അതേ 100 റുപ്യ തിരിച്ചു തരും. വിശ്വസ്തരായിരുന്നവർ, അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ഇന്നോ പ്രസിഡന്റിന് സെക്രട്ടറിയെ വിശ്വാസമില്ല, സെക്രട്ടറിക്ക് പ്രസിഡന്റിനും വിശ്വാസമില്ല, കമ്മിറ്റിക്കാർക്ക് മെയിൻ പ്രധാനപ്പെട്ട അംഗങ്ങളെ വിശ്വാസമില്ല, എല്ലാവർക്കും പരസ്പരം അവിശ്വാസമാണ്. അതുകൊണ്ട് പറഞ്ഞു പൈസ ആരും കൈ വെക്കേണ്ട, ബാങ്ക് കൊണ്ടുപോയിട്ടാളി.